നമ്മുടെ വാസ്തു പോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫെങ്ഷുയിലെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വീടിൻ്റെ പ്ലാൻ എടുത്തു, എന്നിട്ട് ആ വീട് ആദ്യമായിട്ട് വെക്കുകയാണെന്ന് കരുതുക. നമ്മളൊരു ഒരു വസ്തു പോയി കണ്ടു. ആ വസ്തുവിൽ നിന്നിട്ട് ഇതിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കി. ഇത് കിഴക്കോട്ട് ദർശനമുള്ള വസ്തുവാണ്. അപ്പോൾ ആ വസ്തുവിൽ എത്ര ഡിഗ്രിയിൽ നമുക്ക് വീടിനെ നോക്കി വെക്കാം? അപ്പോൾ വീടിന് ഡിഗ്രി ഉണ്ടല്ലോ. അപ്പോൾ കിഴക്കെന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും 90 ഡിഗ്രിയാണ്. അത് നമ്മുടെ ഈ ലാൻഡ് വീട് വയ്ക്കുമ്പോൾ അത് 90യിൽ കിട്ടുമോ, അതോ 80യിൽ കിട്ടുമോ, അതോ 85 കിട്ടുമോ, അതോ 95 കിട്ടുമോ, എത്ര ഡിഗ്രിയിൽ കിട്ടുമെന്നുള്ളത് ആ ലാൻഡിൽ നിന്ന് തന്നെ നമുക്ക് അപ്പോഴും തന്നെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു ഡിഗ്രി കിട്ടി, 95 ഡിഗ്രിയാണെന്ന് കരുതുക. അപ്പോൾ 95 ഡിഗ്രി കിട്ടി. ഇപ്പോൾ നമ്മൾ വീട് വയ്ക്കാൻ പോണ കാലഘട്ടവും നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കാം. വീടിൻ്റെ പ്ലാൻ എടുത്തു, അതിനകത്ത് ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം ഓരോ ദിക്കും എവിടം മുതൽ എവിടം വരെ വന്നു, അതിൽ ഓരോ ദിക്കിലും ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഇരിക്കുന്നു എന്നുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനിയാണ് നമുക്ക് വീടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളത് നോക്കുന്നത്. ഇവിടെ ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഞാൻ എടുത്ത് എഴുതിയാക്കുന്നത്. ഇതൊരു ഉദാഹരണത്തിന് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഫ്ലൈങ് സ്റ്റാർ ഉള്ള ഒരു നമ്പർ ആണെന്ന് കരുതുക. ഇതിൽ പ്രധാന ഡോർ എവിടെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പ്രധാന ഡോർ എവിടെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 99 നിൽക്കുന്ന സ്ഥലത്ത് പ്രധാന ഡോർ കൊടുക്കാം. ഇവിടെ എന്ന് പറയുന്നത് ശരിക്കും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധികളുള്ള ഒരു സ്ഥലമാണ് ഈ വരുന്ന സ്ഥലം. ഇനി ബെഡ്റൂം എവിടെ സ്ഥാപിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ വരുന്ന സ്ഥലത്ത് ഇവിടെ ബെഡ്റൂം ചെയ്യാം. ഈ സ്ഥലവും ബെഡ്റൂമിനായിട്ട് നല്ല സ്ഥലമാണ്. അപ്പം ഇത്തരം നല്ല സ്റ്റാറുകൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ബെഡ്റൂമുകളും പ്രധാന വാതിലും വെക്കാനായിട്ട് സാധിക്കും. അതേസമയം ഇവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവിടെ ഒരു 54 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർ ഉണ്ട്. ഇവിടെ നമ്മൾ ബെഡ്റൂം കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാസ്തുപ്രകാരം ഈശാന കോണാണ്, അവിടെ പാടില്ല. ഞാൻ പറയുന്നത് ഫ്ലൈങ് സ്റ്റാർ നമ്പറിന്റെ കാര്യമാണ്. 54ൽ കൊണ്ടുപോയി ഇത് ബെഡ്റൂം വെക്കുകയാണെങ്കിൽ ഈ റൂം ടോട്ടൽ ലോസ് ആയിരിക്കും. ഇവിടെ കിടക്കുന്നവനെ ഇത് സാരമായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഇവിടുത്തെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ 18 ആണ്. ഇത് നമ്മുടെ വാസ്തുപ്രകാരം അഗ്നികോണാണ്. പക്ഷേ ഇവിടുത്തെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ 18 ആയതുകൊണ്ട് വളരെ പ്രോസ്പെരിറ്റി ഉള്ള ഒരു ലൈഫ് ഇവിടെ ഈ ബെഡ്റൂമിൽ കിടക്കുന്നവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ ഒരു 36 എന്ന് പറയുന്നിട്ട് ഒരു നമ്പർ കിട്ടി. ഇവിടെ നമ്മളൊരു ബെഡ്റൂം കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന കപ്പിൾസ് തങ്ങൾ എപ്പോഴും വഴക്കായിരിക്കും. അതേസമയം ഇവിടെയാണ് നമുക്കൊരു ബെഡ്റൂമിനുള്ള സ്റ്റാർ കിട്ടി. ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് ബെഡ്റൂം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ തങ്ങളിൽ എപ്പോഴും നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ പോകും. ഇനി വീടിന്റെ പ്രധാന വാതിൽ ഈ 45 എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് വെക്കുകയാണെങ്കിലോ ഈ വീട് ടോട്ടൽ ലോസിലേക്കായിരിക്കും. അപ്പോൾ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തുകൊണ്ട് നല്ല സ്റ്റാറുള്ള സ്ഥലത്ത് എൻട്രൻസ് വെക്കാം, നല്ല സ്റ്റാറുള്ള സ്ഥലത്ത് ബെഡ്റൂം പണിയാം. അത് ഒത്തിരി സൗഭാഗ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും നമ്മുടെ കലാപരമായിട്ടുള്ള വിജയങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡ്രാഗൺ ഗേറ്റിന്റെ സിംബൽസ് കുട്ടികളുടെ ബെഡ്റൂമിന്റെ പുറത്ത് ഡോറിന്റെ മുകളിലായിട്ട് ഇത് സ്ഥാപിക്കാവുന്നതാണ്. കപ്പിൾസിന്റെ ഐക്യത്തിന് വേണ്ടി ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ മണ്ടേരിയൻ ഡെക്സ് വയ്ക്കാം. ബിസിനസ് സ്ഥാപനത്തിൽ ശരിക്കും കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാന ഡോറിലേക്ക് നോക്കി നമുക്ക് ഈ ലക്കി കാറ്റിന്റെ സിംബൽസ് വെക്കാവുന്നതാണ്. സമ്പത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടി സ്ഥാപനത്തിലോ വീടുകളിലോ പ്രധാന ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടക്കും വിധം ഇത്തരത്തിലുള്ള 3 ലെഗ്ഡ് ഫ്രോഗുകൾ ഉപയോഗിക്കാവുന്നതാണ്.